ഈ ഡീൽ എന്തായിരുന്നു? ഏതാ ഡീൽ? സമരം പിൻവലിക്കുന്നതിന് സത്യം പറഞ്ഞാൽ അതിനകത്തൊരു ഡീലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധ്യമില്ല. എനിക്ക് ബോധ്യമില്ലാത്ത കാര്യം പറയത്തില്ല. ആരോപണങ്ങളുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അറിയുന്നത്, എന്നോട് പിന്നെ CPM-ലെ പലരും പറഞ്ഞത് ആ സമയത്ത് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അതിന് 2-3 കാരണം. ഒന്ന്, ആ സമയത്ത് ഈ സമരം 2-3 ദിവസം പെട്ടെന്ന് അവർ വളരെ സ്ട്രാറ്റജിക്കായിട്ട് 2 ദിവസം അവധി പ്രഖ്യാപിച്ചു, 1 ദിവസം പൊതു അവധി. അപ്പോൾ ഈ 3 ദിവസം ഈ സെക്രട്ടേറിയറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ പിന്നെ ആ സമരത്തിന് പ്രസക്തിയില്ല. അപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ആളുകൾ ഇത്രയും വലിയൊരു ജനം ഇവിടെ വന്നു കൂടിയപ്പം അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലുള്ള സൗകര്യം നഗരത്തിലില്ല. അങ്ങനെ വന്നപ്പോൾ സമരം നിർത്തിയതാണെന്നാണ് ഒരു ഭാഷ്യം. അതേസമയം തന്നെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് പിന്നീട് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞൊരു കാര്യം എന്നെ കൂടെ കുറിച്ച് ഞെട്ടിച്ചത്. അതായത് ഈ സമരം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ, അതായത് സമരം തുടങ്ങുന്നതിന് തലേ ദിവസം, അതായത് ഈ സമരം നിർത്തുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, അന്ന് അദ്ദേഹം ഇടതുപക്ഷത്താണ്, ചെറിയാൻ ഫിലിപ്പും ബ്രിട്ടാസും കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ട് സമരം നിർത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിർത്താൻ ചർച്ച ചെയ്യുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അവരെ വിശദീകരിക്കേണ്ടത്. അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇതിൽ 2 ഭാഗം. ഒന്ന്, എങ്ങനെയെങ്കിലും ഈ സമരം നിർത്തണം. പല സമരങ്ങളും ചെന്ന് പെടുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഈ സമരം നിർത്തണം, മുഖം രക്ഷിക്കാൻ ഒരു അവസരം. 2, അതിലും വലുതാണ് കേട്ട ആക്ഷേപം എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ വധത്തിനെ കുറിച്ചുള്ള അന്വേഷണം. അത് ഇപ്പോൾ എത്തിയിടം വരെ മതി, അവിടെ വെച്ച് നിർത്തണം. നിർത്തിയാൽ ഈ സമരം പിൻവലിക്കാം. എനിക്കത് ശരിയാണെന്ന് തോന്നിയിട്ടില്ല. അതൊരു ആരോപണം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി അങ്ങനെ ഒരു ഡീല് ഉണ്ടെങ്കിൽ അത് അറിയാവുന്നവരാണ് വെളിപ്പെടുത്തേണ്ടത്. ഞാനതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതിലേക്ക് കോൺഗ്രസ് UDF ഭരിക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി. ഒരു സർക്കാരും അവർക്ക് വിശ്വാസമില്ലാത്ത ഒരാളെ പോലീസിന്റെ തലപ്പത്ത് ഇരുത്തില്ല, എത്ര പ്രഗത്ഭനായാലും. ഇങ്ങനെയുള്ള സംവിധാനത്തിൽ മുഖ്യമന്ത്രി വിമാനത്തിൽ കയറുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്തത് എങ്ങനെ? ആരും അറിഞ്ഞില്ലേ? ഞാൻ ആ കാര്യം പിന്നെ തിരുവഞ്ചൂരിനോട് സംസാരിച്ചു. അത് കേസ് അന്വേഷിച്ച ഹേമേന്ദ്രനോട് സംസാരിച്ചു. അതിനെക്കുറിച്ച് തിരുവഞ്ചൂരിനോട് പറഞ്ഞത് അദ്ദേഹം ഈ അറസ്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. ഹേമേന്ദ്രൻ പറഞ്ഞത് കേസിൻ്റെ അന്വേഷണത്തിൽ ഒരു തരത്തിൽ ഇവരാരും ഇടപെട്ടിട്ടില്ല. ഇത് UDF സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. ഉമ്മൻചാണ്ടി ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. പിന്നെ ഹേമേന്ദ്രൻ വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇടപെടാൻ അദ്ദേഹം സമ്മതിക്കത്തുമില്ല. അദ്ദേഹം അങ്ങനെ വന്നാൽ അദ്ദേഹം അന്വേഷണം അവസാനിപ്പിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഹേമചന്ദ്രൻ്റെ അന്വേഷണത്തിൽ സത്യമായി തന്നെ പുറത്തു വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഇവരാരും ഇടപെട്ടില്ല എന്നും, അങ്ങനെ ഉള്ള അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അറസ്റ്റ് അവിടെ നടന്നത് എന്നുള്ളത് എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഹേമേന്ദ്രൻ അല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ആൾ അത് വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരാളെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഇത് മുഖ്യമന്ത്രിയോട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജനാധിപത്യത്തിൽ പോലീസ് സംവിധാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എല്ലാം ഒരു അന്വേഷണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിനകത്ത് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന പോലെ, ആഭ്യന്തരമന്ത്രി ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ മന്ത്രിസഭ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ആഗ്രഹിക്കുന്ന പോലെ റിപ്പോർട്ട് കൊടുക്കാനാണ്. പിന്നെ എന്തിനാണ് പോലീസ്? അപ്പോൾ ഫുൾ ഫ്രീഡം കൊടുത്തു ഹേമേന്ദ്രന്. ഫുൾ ഫ്രീഡം അനുസരിച്ച് അദ്ദേഹത്തിന് തോന്നി ഇതിനകത്ത് ഒരാൾ കുറ്റവാളിയാണ്. ആ കുറ്റവാളിയാളെ എന്തുകൊണ്ടാണ് അദ്ദേഹം കുറ്റവാളിയാകുന്നതെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം കുറ്റവാളിയാകുന്നതെന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടായത്. അത് നമ്മളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കഴിവുകേടല്ലേ, പിന്നെ അല്ലെങ്കിൽ തിരുവഞ്ചൂരിൻ്റെ കഴിവുകേടല്ലെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്, അതെനിക്ക് പറയാൻ പറ്റില്ല. പിന്നെയും ഒരു ചോദ്യം വരുന്നത്, ഒരു ഐഡിയൽ സിറ്റുവേഷനാണ് അങ്ങിപ്പോൾ പറഞ്ഞത്. അതെ, അതായത് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഉദ്യോഗസ്ഥൻ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു, വളരെ കൃത്യമായി അന്വേഷിക്കുന്നു, യുക്തമായ നടപടിയെടുക്കുന്നു. പക്ഷെ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഉന്നതരുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഏതെങ്കിലും കേസിൽ എന്തെങ്കിലും ഒരു നടപടി അവരറിയാതെ ഉണ്ടായി എന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാവില്ലേ സാധാരണ ജനങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പോഴങ്ങനെ സംഭവിക്കില്ല. അന്നത് സംഭവിച്ചു. അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുക. അങ്ങനെയാണോ ഒരു സർക്കാർ, അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി, അങ്ങനെയാണോ ഒരു ആഭ്യന്തരമന്ത്രി, അവർ നിയമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മേൽ, ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ മേൽ അവർക്കൊരു നിയന്ത്രണമില്ലേ? അവർ പറയുന്നത് പോലെ അല്ലേ അന്വേഷണം നടത്തേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല.